NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ കേരള ചീഫ് മിനിസ്റ്റർ സതീശൻ മേനോനെ കാണാൻ ഒരു അവസരം ആവശ്യപ്പെട്ടു. മേനോൻ നിഷ്കരണം അത് നിഷേധിച്ചു. അത് ശ്രീ സുകുമാരൻ നായർ കേട്ട ഒരു കനത്ത പ്രഹരമായിരുന്നു. കാരണം സതീശൻ മേനോൻ മുഖ്യമന്ത്രിയായതിൽ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്ന ഒരാളാണ് സുകുമാരൻ നായർ. കാരണം സതീശൻ മേനോൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അസൽ നായരാണ്. പക്ഷെ ആ നിഷേധം അദ്ദേഹത്തിന് വല്ലാതെ മുറിവേൽപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മേനോനെ അവനെന്നും ഇവനെന്നും മറ്റേതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ശ്രീ സുകുമാരൻ നായർ അല്പം പുറകോട്ടൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിൽ നിന്ന് ജയിച്ച MP NSS ആസ്ഥാനത്തൊന്ന് ചെന്നപ്പോൾ അവിടെ കയറ്റാതെ ആട്ടിയിറക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടുകയാണ്. പിന്നെ നമ്മളൊന്ന് കണ്ടു, ഈ കഴിഞ്ഞ മന്നം സമാധി ദിനത്തിൽ ആ സമാധി സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചില സമുന്നതരായ ആൾക്കാർ ചെന്നു. സുകുമാരൻ നായർ തികച്ചും അവഗണിച്ചു കളഞ്ഞു. യാതൊരു പരിഗണനയും കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇവരുടെ സാന്നിധ്യം തനിക്ക് അസ്വസ്ഥത പകരുന്നു എന്നുള്ളൊരു ഭാവം കൂടി ആ മുഖത്ത് പ്രകടമായി നമ്മൾ കണ്ടതാണ്. അവിടെ ഇളിഭ്യരായി ഈ BJP നേതാക്കന്മാർ തിരിച്ചു പോരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് മന്നം സമാധി പീഠം സന്ദർശിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷെ സുകുമാരൻ നായർ അനുവദിച്ചില്ല. ഒരുപക്ഷെ ഒരു അസൽ നായർ അല്ലാത്തതുകൊണ്ടായിരിക്കാം, ഏതായാലും അനുവദിച്ചില്ല. പിന്നെ അവിടെ പോയി എളിഭ്യനായി തിരിച്ചു പോകേണ്ട സ്ഥിതി വന്നില്ല. കാര്യം നിഷേധിച്ചുകൊണ്ട് പോകേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത്. മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അർഹതയുള്ള കാര്യങ്ങളിലേക്ക് അവർ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ നിഷ്കരണം ചവിട്ടിപ്പുറത്താക്കുമ്പോൾ ആലോചിക്കണം, തനിക്കും ഈ സ്ഥിതിയൊക്കെ വരും എന്നുള്ളത്. ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് വലിയ ഒരു ശാസ്ത്ര സത്യമാണ്. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് സുകുമാരൻ നായർ ഇപ്പം അനുഭവിച്ചത്. ഏതായാലും വലിയ സങ്കടമായി പോയി. സതീശനെ ഇദ്ദേഹം കാണാൻ ചെന്നതിന് വെറുതെ ആയിരിക്കില്ല. സതീശ, തെരഞ്ഞെടുപ്പിന് മുൻപ് നായന്മാര് LDF വോട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ മനസ്സെപ്പോഴും നിന്നോടൊപ്പമായിരുന്നു. എൻ്റെ ക്യാമ്പയിൻ മൊത്തം നിനക്ക് വേണ്ടിയായിരുന്നു. കാരണം നീ ഒരു അസൽ നായരാണ്. ഒരു അസൽ നായർ മുഖ്യമന്ത്രിയാവുന്നതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം. കാരണം ഇപ്രാവശ്യം LDF ജയിച്ചാൽ വീണ്ടും ഒരു ഈഴവന്റെ കീഴിൽ കഴിയേണ്ട ഗതികേട് നായർക്ക് വരുമായിരുന്നു. അതൊഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ പരസ്യമായി പറഞ്ഞ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ രഹസ്യമായ എൻ്റെ നിലപാടുകളിലൂടെ ഞാനത് പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് ഇത്രയും വോട്ടുകൾ കിട്ടിയതും സീറ്റുകൾ കിട്ടിയതും നീ മുഖ്യമന്ത്രിയായതും എന്ന് പറഞ്ഞ് സതീശൻ്റെ കൂടെ കൂടി പല കാര്യങ്ങളുമൊക്കെ നേടാം എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ചെന്നത്. അതൊന്നും നടന്നില്ല. പരാജിതനായി, എളിഭ്യനായി തിരിച്ച് പോകേണ്ടി വന്നു.